ഹായ്, ജയദേവൻ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പണ്ടൊക്കെ നമ്മൾ കളിച്ചിരുന്ന ഗോട്ടി കളിയാണ്. ഈ കളി പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ്. ഈ കളിക്ക് കുറച്ചു സ്ഥലം ആവശ്യമാണ്. ആദ്യമായി ഈ കളി തുടങ്ങുന്നതിന് മുമ്പേ 3 ചെറിയ കുഴികൾ ആവശ്യമാണ്. കുറഞ്ഞത് 2 പേരെങ്കിലും ഈ കളിക്ക് ആവശ്യമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് 8ഉം 10ഉം പേർ ഒരു കളിയിൽ പങ്കെടുക്കാറുണ്ട്. ഈ ഗോട്ടി കളിയിൽ പല നാട്ടിലും പല വിധത്തിലുള്ള കളികളും ഉണ്ടെങ്കിലും ഈ 3 കുഴികളുള്ള കളിയാണ് മെയിനായിട്ട് നടക്കുന്നത്. ഈ കളിയിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഗോട്ടികളാണ്. പല വിധത്തിലുള്ള ഗോട്ടികൾ കൊണ്ട് കളിക്കാമെങ്കിലും അതൊക്കെ വേഗം ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കരിങ്കൽ ഗോട്ടി ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ കളിക്കുന്ന ഗോട്ടികൾ ഞാൻ 55 വർഷം മുന്നേ കൈകൊണ്ട് കരിങ്കല്ല് മിനുസപ്പെടുത്തി ഉണ്ടാക്കിയവയാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ഏകദേശം ഉരുണ്ട തരത്തിലുള്ള കരിങ്കൽ പീസുകൾ എടുത്തു കൊണ്ടുവരും. എന്നിട്ട് മുട്ടി ഉപയോഗിച്ച് മുട്ടി അതിൻ്റെ മുനയൊക്കെ കളഞ്ഞാണ് കരിങ്കൽ ഗോട്ടി നിർമ്മിക്കുന്നത്. ഇതുപോലെ മുട്ടിയാണ് ഇതിൻ്റെ മുനകളെല്ലാം കളഞ്ഞ് ഗോട്ടി രൂപത്തിൽ ആക്കുന്നത്. നമ്മുടെ കൊച്ചുമക്കളും ഗോട്ടി ഉണ്ടാക്കാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഈ കളി തുടങ്ങുന്നത് 1ാമത്തെ കുഴിയിൽ നിന്നും 3ാമത്തെ കുഴിയിലേക്ക് ഗോട്ടികൾ ഓരോരുത്തരായി വീശണം. അങ്ങനെ 1 മുതൽ 9 വരെ കുഴികൾ നിറക്കേണ്ടതുണ്ട്. അതിലിടയ്ക്ക് നമ്മൾ മറ്റുള്ളവരെ ഗോട്ടിക്ക് ടച്ച് ചെയ്ത് കുഴി നിറയ്ക്കുകയും ആവാം. അങ്ങനെ 9ാമത്തെ കുഴിയും നിറച്ചു കഴിഞ്ഞാൽ അവർ വിജയിക്കുകയും മറ്റുള്ളവരെ മുട്ടിക്കഴിഞ്ഞാൽ അവരുടെ കളി തീരുകയും ചെയ്യും. ഈ കളി പൈസ വെച്ചിട്ട് കളിക്കുകയും ചെയ്യാം. ചെറിയ തുക വെച്ച് കളിക്കുകയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്. 8ാമത്തെ കുഴി നിറക്കുന്നവൻ ജയിക്കുകയും അവൻ ആരെയൊക്കെ മുട്ടുന്നു അവരൊക്കെ കളി അവസാനിപ്പിക്കുകയും വേണം. കളി തുടങ്ങുമ്പോൾ ഈ 3ാമത്തെ കുഴിയിലേക്ക് വീശുമ്പോൾ കുഴി നിറയുകയാണെങ്കിൽ അതിനെ 5ആയി കണക്കാക്കുകയും ചെയ്യും. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഈ ഗോട്ടികളിയിൽ വൻ ഷൂട്ടർമാർ ഉണ്ടായിരുന്നു. എത്ര ദൂരെയുള്ള ഗോട്ടികളും അടിച്ച് തെറിപ്പിക്കാൻ പ്രാപ്തമായിരുന്നു അവർ. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ ഈ കളിയിൽ ഏർപ്പെടാറുണ്ട്. ഈ കളികളൊക്കെ അക്കാലത്തെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടായിരുന്നു. പണ്ടൊക്കെ ജയിച്ചവർ തോറ്റവരുടെ കൊട്ടിനടിക്കുകയായിരുന്നു പതിവ്. അതാ നൊണ്ടിച്ച് പൂച്ച വന്നിട്ടാ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.